നമസ്കാരം. മെഡിടോക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യത്തിനും അതിൻ്റെ നെഗറ്റീവ് വശങ്ങളും അതുപോലെ തന്നെ പോസിറ്റീവ് വശങ്ങളും ഉണ്ട്. ഞാൻ മറ്റൊന്നുമല്ല പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യമാണ്. അതിന് ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്, അതുപോലെ തന്നെ അല്പം കുറച്ച് നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. എന്തായാലും ഇന്നത്തെ മെഡിടോക്കിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ഇൻ്റർനെറ്റ് ദുരുപയോഗം നമ്മുടെ യൂത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇൻ്റർനെറ്റ് ദുരുപയോഗം അല്ലെങ്കിൽ അമിത ഉപയോഗം എന്തിനൊക്കെ കാരണങ്ങളാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ മെഡിടോക്കിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും ഇന്ന് മെഡിടോക്കിൽ അതിനോട് കൂടെ സംസാരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാൻ വേണ്ടി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൈക്യാട്രിസ്റ്റാണ് ഡോക്ടർ അനീഷ് NRK ആണ്. നമസ്കാരം സാർ. സാർ, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും, ഞാനും സാർ അടക്കമുള്ള നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഇത് നമുക്കൊരു മോശം ലെവലിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റ് നമ്മളെ ഏതൊക്കെ തരത്തിലാണ് മോശമായി എങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഇത് ശരിക്കും ഒരു മോശം അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് വശത്തിലേക്ക് പോകുന്നത്? ശരിയാണ് പറഞ്ഞത്. നമ്മൾ എല്ലാവരും തന്നെ ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അതിനൊരു പരിധി വിടുന്ന ഒരു അവസരത്തിൽ, അതായത് അതിൻ്റെ ഉപയോഗം അമിതമാകുക മാത്രമല്ല ഒരു ദുരുപയോഗം എന്നുള്ള നിലയിലേക്ക് എത്തിച്ചെല്ലുമ്പോഴാണ് നമ്മൾ അതിനൊരു ഗുരുതരമായിട്ടുള്ളൊരു മാനസിക പ്രശ്നമായിട്ട് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻ്റർനെറ്റ് ഉപയോഗത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക, മറ്റ് ജീവിതത്തിലെ പുള്ളിയുടെ ആവശ്യങ്ങളെ അപേക്ഷിച്ച് ഇൻ്റർനെറ്റിന് വളരെയധികം പ്രാധാന്യം നൽകുക. ഇപ്പം ജോലിയെക്കാളും അല്ലെങ്കിൽ കുടുംബത്തിനേക്കാളും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനേക്കാളും മക്കളുടെ കാര്യത്തിനേക്കാളുമൊക്കെ അദ്ദേഹം ഇൻ്റർനെറ്റിന് വേണ്ടി സമയം ചിലവഴിക്കുകയാണെങ്കിലാണ് നമ്മളതൊരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നത്. നേരെമറിച്ച് അത്യാവശ്യത്തിന് ഇപ്പം എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും നമ്മൾ അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ജോലിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന അത് തീർച്ചയായിട്ടും ഇന്റർനെറ്റിന്റെ ഒരു പോസിറ്റീവ് വശം തന്നെയാണ്. അതുപോലെ ഈ ദുരുപയോഗം നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് അമിതമായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഈ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ പലരിലും ഈ വിഷാദ രോഗം, മാനസിക പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സാർ ഒരു സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമുക്ക് എങ്ങനെ കാണാം, അല്ലെങ്കിൽ ഇതിന് എന്താണ് ഒരു പ്രതിവിധി? ഈ പലപ്പോഴും ഈ അമിതമായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ എന്തെങ്കിലും ഒരു അണ്ടർലൈയിങ് ആയിട്ടുള്ള ഒരു സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉണ്ടാകാറുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് വിഷാദം എന്ന് പറയുന്ന അവസ്ഥ എന്ന് വെച്ചാൽ മനസ്സിന് വളരെയധികം ഒരു മൂഡ് കുറയുക അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. അപ്പം വേറൊരാളോട് സംസാരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റൊരാളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് പകരം ഇത്തരം ഇൻ്റർനെറ്റ് പോലുള്ള മാധ്യമങ്ങളിൽ കൂടി മറ്റുള്ളവരോട് ചില രഹസ്യ കാര്യങ്ങൾ സംസാരിക്കുക, അതിൻ്റെ നമുക്ക് നേരിട്ടൊരാളോട് തുറന്നു പറയാൻ മടിയുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ സാഹചര്യം കൊണ്ടായിരിക്കാം അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു കുടുംബാംഗം ചിലപ്പോൾ ഒരുപക്ഷെ കൂടെ ഇല്ലാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വിഷാദമുള്ള ആൾക്കാർ അവരുടെ പല മനസ്സിലുള്ള പ്രയാസങ്ങളും ഇത്തരം മാധ്യമങ്ങളിൽ കൂടി മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ നല്ലതാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ദുരുപയോഗത്തിൻ്റെ രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് പല കാര്യങ്ങൾക്കും പിന്നീട് അതിൻ്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പം വേറൊരു ഉത്കണ്ഠ രോഗം, ഇപ്പോൾ ഉത്കണ്ഠ രോഗമുള്ളവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീച്ച് നടത്താൻ പറ്റില്ല, മറ്റുള്ളവരുടെ മുമ്പ് പോയി ഒരു ഐ കോണ്ടാക്റ്റോടുകൂടി സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഉത്കണ്ഠയുള്ള ആൾക്കാർക്ക് ഇത്തരം ഇൻ്റർനെറ്റ് പോലുള്ള സൈറ്റുകളിൽ അവർക്ക് ആരോടും നേരിട്ട് കാണാതെ സംസാരിക്കുമ്പം കുറച്ചൊരു ആശ്വാസം ലഭിക്കുന്നു. അപ്പം പിന്നെ ഈ ഒബ്സഷനുള്ള ആൾക്കാരുണ്ട്, ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇപ്പം കാശ് തന്നെ വീണ്ടും വീണ്ടും എണ്ണി ഒരു സമാധാനം കിട്ടുന്നവർ വീണ്ടും വീണ്ടും എണ്ണുക. പൂട്ട് വീണ്ടും വീണ്ടും പൂട്ടിയിട്ടുണ്ട്, ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പോയിട്ട് വീണ്ടും വന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഒബ്സഷനുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ ദുരുപയോഗം കൂടും. കാര്യം ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടോ എന്ന് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഓൺ ചെയ്ത് നോക്കുക, എന്തെങ്കിലും മെസ്സേജസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, അപ്ലോഡ് ചെയ്ത കാര്യം പോയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്ന സ്വഭാവമുള്ള ആൾക്കാർക്ക്, അങ്ങനത്തെ മാനസിക പ്രശ്നമുള്ള ആൾക്കാർക്ക്, ഉത്കണ്ഠയുള്ള ആൾക്കാർക്ക്, വിഷാദം പോലുള്ള പ്രശ്നമുള്ള ആൾക്കാർക്കെല്ലാം ഈ പറഞ്ഞ ഒരു അമിത ഉപയോഗത്തിൻ്റെ സാധ്യതയുണ്ട്. അതെ, അതുപോലെ തന്നെ നമ്മളിപ്പം ഇൻ്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഒരുപാട് പേരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയുന്ന ഒരുപാട് പേരെ, ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ആക്ടർ സലിം കുമാർ ഒരുപാട് പ്രാവശ്യം മരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ഇൻ്റർനെറ്റിലൂടെ. അതുപോലെ മാമുക്കോയ, ജഗദീഷ്, ഇങ്ങനെയുള്ള പല വലിയ വലിയ ആൾക്കാരെയും മരിച്ചു അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ നമ്മുടെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അത് അവരുടെ ഒരു മാനസിക വൈകല്യമാണോ, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അവരത് ചെയ്യുന്നത്? അത് വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
ഇപ്പം യഥാർത്ഥത്തിൽ ഇത്തരം മാനസിക സാർ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അതിനു മുമ്പ് നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, സ്വാഗതം. മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, കേൾക്കാമോ? ആ പറഞ്ഞോളൂ. മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ആരാണ്? ഓക്കെ, എവിടെ നിന്നാണ്? നിഷ, കുറച്ച് ഉറക്കെ സംസാരിക്കുവോ? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ. ആ പറഞ്ഞോളൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് നിന്ന്. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ കേട്ടോ. പറഞ്ഞോളൂ നിഷ. സാർ, ഈ സെൽഫി വല്ലാതെ കുട്ടികളെടുത്ത് ഇടുമ്പോൾ അതൊരു മാനസിക പ്രശ്നമാണ് ചോദിക്കുന്നത്. എന്താണ് സെൽഫീസ്? ഓക്കെ, സെൽഫി വല്ലാതെ എടുത്തെടുത്ത് അവർക്ക് ഒരു മെന്റൽ പ്രോബ്ലം ആയിട്ടാണ് ഈ സെൽഫി വല്ലാതെ എടുത്ത് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നത്. അതെ, അതായത് ഈ കുട്ടികൾക്ക് നമുക്ക് ഏറ്റവും മനസ്സിന് ഏറ്റവും സന്തോഷം പകരുന്നൊരു കാര്യമാണ് നമുക്ക് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുക, ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നത്. അത് പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരിൽ കൂടുതലാണ്. ഇപ്പം ഇന്നത്തെ ഈ ഒരു ഇൻ്റർനെറ്റ് യുഗത്തിൽ സെൽഫി എന്ന് പറയുന്ന ഒരു കാര്യം ഇത്രത്തോളം ഹിറ്റാകാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് തന്നെ അവർ ചെയ്യുന്ന ആ ഒരു സ്വന്തം ഇമേജ് മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത് പലപ്പോഴും സാധാരണ ഒരുപാട് പേരത് ചെയ്യാറുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ അമിതമായിട്ടുള്ള ഒരു സെൽഫി ഉപയോഗിക്കുക, നമ്മൾ എല്ലാ ദിവസവും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് ഒരു എക്സസീവ് സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയും. ഇപ്പം പലപ്പോഴും ഈ പല പേഴ്സണാലിറ്റീസും ഉണ്ട്, പല സ്വഭാവ വൈകല്യമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു എക്സസീവ് സെൽഫ് ഇമ്പോർട്ടൻസ് ആയിരിക്കും. അപ്പോൾ ഞാനാണ് എല്ലാം, അല്ലെങ്കിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടേണ്ടത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയുള്ള ഒരുപാട് തരം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ആൾക്കാർ ഒരുപക്ഷെ ഒരു അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ ഇത്തരം പറയുന്നത് എത്ര ലൈക്സ് വന്നു, അതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട, എത്ര ലൈക്സ് വന്നു. അതെ, അപ്പം അത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു ഒബ്സഷനും കൂടി അതിനകത്തുണ്ട്. അതായത് ഒരു ആൻഷ്യസ് ആയിട്ടുള്ള ഒരു ഉത്കണ്ഠയുള്ള ഒരു എക്സസീവ് സെൽഫ് ഇമ്പോർട്ടൻസ് ഉള്ള ആളാകുമ്പോഴാണ് ഈ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്കിംഗ് ബിഹേവിയറിലോട്ട് പോകുന്നത്. നമ്മളൊരു ഫോട്ടോ ഇടുന്നു, കുറച്ച് പേര് ലൈക്ക് ചെയ്യുന്നു, പക്ഷേ അതിൽ കവിഞ്ഞിട്ട് അത് ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഫോൺ ഓൺ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ലോഗിൻ ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെയൊക്കെ അതെ, അപ്പം അവിടെ ഇങ്ങനത്തെ പ്രശ്നം ഉള്ളവർക്ക് തീർച്ചയായിട്ടും അതൊരു മാനസികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരുമോ അവർക്ക്? അത് നമ്മൾ അതായത് അതിൻ്റെ ഉപയോഗം അമിതമായിട്ട് വരികയും ഈ പറഞ്ഞ അമിത ഉപയോഗം കാരണം പുള്ളിയുടെ ജീവിതത്തിലെ മറ്റ് മേഖലകൾ അഫക്റ്റ് ചെയ്യും. അതായത് ഇപ്പം ഇങ്ങനെ സെൽഫി ഇടുന്നത് കൊണ്ട് ഇപ്പം ക്ലാസ്സിലൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റില്ല, പക്ഷേ ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളെ അത് ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ചികിത്സയുടെ ആവശ്യമുണ്ട്. ഓക്കെ, താങ്ക് യു നിഷ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് സർ, ഈ മറ്റുള്ളവരെ അപമാനിക്കാൻ വേണ്ടി അത് എങ്ങനെയാണ്? അതെ, അത് നമുക്ക് ഈ മാനസികമായിട്ടുള്ള സ്വഭാവ വൈകല്യമുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സവിശേഷ സ്വഭാവമുള്ള ആളെന്ന് പറയുന്നത് മറ്റുള്ളവർ വേദനിക്കുമ്പോൾ സന്തോഷം കിട്ടുന്ന ആൾക്കാരുണ്ട്. അതിന് നമ്മൾ സാഡിസ്റ്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ സൈക്യാട്രിയിൽ അതിന് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റീസ് എന്ന് പറയാറുണ്ട്. അപ്പം എന്തൊക്കെ പല പേരുകളിൽ വിളിക്കപ്പെട്ടാലും ഇവരുടെയൊക്കെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് മറ്റുള്ളവരെ വേദനിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ സങ്കടപ്പെടുന്ന കാണുമ്പോൾ നല്ലൊരു ആനന്ദം കിട്ടുക, മനസ്സിനൊരു കുളിർമ തോന്നുക. ഇപ്പോൾ സാധാരണ ഒരാളിന് മനസ്സിന് സന്തോഷം കിട്ടുന്നത് എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴോ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴോ ഒക്കെയാണ്. പക്ഷേ ഇത്തരം സ്വഭാവ വൈകല്യമുള്ള ആൾക്കാർക്ക് മറ്റുള്ളവർ വേദനിക്കുന്ന മറ്റുള്ളവർ നീറുന്ന കാണുമ്പോഴാണ് അവർക്കൊരു സന്തോഷം കിട്ടുക. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇത്തരം പ്രശസ്തരായ ആൾക്കാരെ വേദനിപ്പിക്കാൻ എളുപ്പമാണ്. കാരണം ഒരുപാട് പേരെ അറിയുന്ന വ്യക്തികളായതുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സംതൃപ്തി പെട്ടെന്ന് കിട്ടും. നമ്മളിപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പേരെ അറിയുന്ന ഒരാളിനേക്കാളും വളരെ പരിചിതമായിട്ടുള്ള ഒരാളിനെ നമ്മൾ പൊതുമാധ്യമത്തിൽ നമ്മൾ അവഹേളിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ കിട്ടുന്ന സന്തോഷം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൻറ്റി സോഷ്യൽ ആൾക്കാർ സമൂഹത്തിലുള്ളതുപോലെ ഇപ്പം നമ്മുടെ ഇൻ്റർനെറ്റിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ അകറ്റി നിർത്തുക, നമ്മൾ കെയർഫുൾ ആയിരിക്കുക. അങ്ങനെയുള്ള ആ ഒരു ആൾക്കാരുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഓക്കെ സാർ, അതുപോലെ തന്നെ ഇപ്പം കൂടുതലും കൗമാരക്കാരും അതുപോലെ തന്നെ കുട്ടികൾ, നമ്മുടെ ചെറിയ മക്കൾ തൊട്ട് ഏകദേശം സ്കൂൾ ടൈം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഏകദേശം ഒരു 3 വയസ്സ് 3.5 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ തന്നെ
ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു. ഗെയിമെങ്കിൽ ഗെയിം, കാർട്ടൂണെങ്കിൽ കാർട്ടൂൺ, അല്ലാതെ നമുക്ക് ദുരുപയോഗം ചെയ്യാൻ പറ്റിയ സൈറ്റുകളുണ്ടെങ്കിൽ അതും അവർ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിന് പേരൻസ്, സത്യം പറഞ്ഞാൽ പേരൻസ് തന്നെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഒരു പരിധി വരെ അവർ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഇൻ്റർനെറ്റ് അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ പേരൻസ് കെയർ ചെയ്യേണ്ട കാര്യം നമ്മൾ എങ്ങനെ അവെയർ ആയിരിക്കണം. അതുപോലെ തന്നെ എവിടെ നമുക്ക് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സിസ്റ്റം എവിടെ സ്ഥാനം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും നമ്മുടെ കൺമുന്നിൽ, അങ്ങനെ എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ അതിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും? ഇപ്പോൾ കുട്ടികൾ സ്വതവേ അവർ എക്സ്പ്ലോറേഴ്സാണ്. അവർ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും അറിയാനും ഉള്ളൊരു ആഗ്രഹമുള്ള പ്രായമാണ്. ഓക്കെ സാർ, നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. എന്തായാലും അടുത്ത കോൾ. ഹലോ. ഹലോ, നമസ്കാരം. മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സന്ധ്യ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് സംശയം? സാറിനോട് ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ, എനിക്ക് എന്റെ ഹസ്ബൻഡിന് ഇപ്പം അദ്ദേഹം ഗൾഫിലാണ്, അമിതമായിട്ട് നെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ആയിരുന്നു കുറച്ച് ടൈമിലും. ഈ 2 സമയങ്ങളിലും കൂടുതൽ സമയവും ഇങ്ങനെ പ്ലസ്സിൽ വായിച്ചുകൊണ്ടിരിക്കുക, ഫേസ്ബുക്കിൽ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ കുഞ്ഞുണ്ട്. അപ്പൊ ഞങ്ങളോട് അധികം ഒന്നും സംസാരിക്കുന്നത് കുറവാണ്. എന്നാൽ സ്നേഹമുണ്ടോന്ന് കേട്ടാൽ സ്നേഹമുണ്ട്, പക്ഷെ അധികം ഒന്നും സംസാരിക്കാറില്ല. എപ്പോഴും ഇങ്ങനെ വായിച്ചുകൊണ്ട് കിടക്കും, ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ട് കിടക്കും. അതല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പം വേറെ എന്തെങ്കിലും മനസ്സിന് പ്രയാസമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വല്ലതും, ഓർക്കക്കുറവോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അദ്ദേഹത്തിന്? ജോലിയുടെ ടെൻഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതിങ്ങനെ എപ്പോഴും ഇല്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരാറുള്ളൂ. സ്ഥിരമായിട്ട് പ്രശ്നമില്ല. ഉറക്കക്കുറവൊന്നും എന്തായാലും ഇല്ല. ഉറക്കക്കുറവില്ല. ഉത്കണ്ഠ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉത്കണ്ഠ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാര്യത്തിന് പോലും ടെൻഷൻ അടിക്കുക, അതുണ്ട്. വേറെ ഈ നമ്മളിപ്പം ഒരു കാര്യം ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുക, ഇപ്പം പൂട്ടൊക്കെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുക, പൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഉണ്ട്, പക്ഷെ അതിങ്ങനെ എപ്പോഴും ആയിട്ടില്ല, വല്ലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഇതിൽ തന്നെ അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഇല്ല. ഇല്ല. വേറെ ലഹരിയുടെ ഉപയോഗം, മദ്യപാനം, അങ്ങനെ എന്തെങ്കിലും? അപ്പം നമ്മൾ നേരത്തെ സംസാരത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു ഉത്കണ്ഠയുടെ കൂടെ ഒരു ആൻസൈറ്റിയുടെ കൂടെ ഒരു ചെക്കിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ ഒബ്സസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള ആൾക്കാർക്ക്, നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്യുന്നത് ഒരു സമാധാനമില്ല, പൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കാശ് എണ്ണിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ എണ്ണാതെ ഒരു സമാധാനം വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബിഹേവിയറും ഉത്കണ്ഠയും കൂടി വരുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് മദ്യപാനം അതേപോലെ എന്തെങ്കിലും ഒരു ലഹരിയും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അമിതമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും കുറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സന്ധ്യ. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികളെ എങ്ങനെ നമുക്ക് അവരെ അവെയർ ചെയ്ത് മാറ്റി നിർത്താൻ പറ്റും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ അവരെ തടയാൻ പറ്റും? അതായത് കുട്ടികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ആ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ, അതായത് ടോഡ്ലേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നു തുടങ്ങുന്ന സമയത്ത് ബൈ നേച്ചർ അവർ എക്സ്പ്ലോറേഴ്സാണ്. അവർ പ്രകൃതി തന്നെ അവരെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു ഇൻബോൺ ആയിട്ടുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ അറിയാം, നമുക്ക് മൊബൈൽ എന്ന് വെച്ചാൽ വളരെ ഹാൻഡി ആയിട്ട് കുട്ടികൾക്ക് കയ്യിൽ വെച്ച് കളർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ 2 കോമ്പിനേഷനും നമ്മളൊരു കുട്ടിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പാടാണ്. അപ്പം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കോഷ്യസ് ആയിരിക്കുക. പ്രത്യേകിച്ചും കുട്ടികളെന്ന് പറയുന്നത് ഒരു 7-8 വയസ്സ് വരെ അവർ കാണുന്നതൊക്കെ വിശ്വസിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ്. കുറച്ചുകൂടെ പക്വത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരിക്കപ്പെടാനുള്ള സാധ്യത ഉള്ള ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു പരസ്യമാണെന്നൊക്കെ നമുക്ക് കുറച്ചുകൂടെ പക്വത വരണം. പക്ഷെ കുട്ടികളെ അവർ കാണുന്നതൊക്കെ വിശ്വസിക്കും. അപ്പം അതുകൊണ്ട് ആ ഒരു വികൃതിയുള്ള കുട്ടികളെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ADHD അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളെന്ന് പറയുന്നത്. അപ്പം ഇത്തരക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു അശ്രദ്ധ ഉള്ളവരായിരിക്കും, എപ്പോഴും ഒരു വെറുവെറുപ്പായിരിക്കും, അവർക്ക് ഒരിടത്ത് അടങ്ങി നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വികൃതി കൂടുതലായത് കാരണം അച്ഛനമ്മമാരുടെ ഒരു നാച്ചുറൽ ടെൻഡൻസി എന്ന് പറയുന്നത് അവരെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കൈ കൊടുക്കുക, നീ അവിടെ ഇരുന്ന് കണ്ടോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശരിക്കും അങ്ങനെ അമിത വികൃതിയുള്ള കുട്ടികൾ നമ്മൾ അങ്ങനെയുള്ള ഇപ്പം മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് അവൻ അതിൽ മുഴുകിയിരിക്കുമെന്ന് വിചാരിക്കുമ്പോൾ ശരിക്കും നമുക്കിതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഹലോ മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഷാഹിന, എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലം പുനലൂരിൽ നിന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ.
ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ ഷൈന. എന്റെ മാമിയുടെ മോളുണ്ട്. അതെ. എപ്പോഴും മൊബൈലിലാ കളി, എപ്പോഴും മെസ്സേജ് അയക്കുക, അതെ, പിന്നെ എപ്പോഴും സെൽഫി എടുക്കുക, ആ മാനസികമായിട്ട് എപ്പോഴും മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക കുട്ടി. ആ ആ അപ്പം ഇത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ ഈ എപ്പോഴും മൊബൈൽ ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ശീലമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും ആ ഉപയോഗം അതിര് കടക്കുമ്പോൾ, അതായത് പഠിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എക്സാമിന് മാർക്ക് കുറയുന്നു, മറ്റ് ഭക്ഷണമൊന്നും ശരിയായ രീതിയിൽ കഴിക്കുന്നില്ല, മറ്റു കുട്ടികളുടെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് ലഘുവായിട്ട് കാണരുത്. അപ്പം എന്താണ് പ്രശ്നം, ഇപ്പം എന്തെങ്കിലും അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, ഇപ്പം ആരോടെങ്കിലും മൊബൈലിൽ ആരോടെങ്കിലും മെസ്സേജ് അയച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ, ഇപ്പം മനസ്സ് തുറന്ന് സംസാരം കൂടുതൽ സംഭവിക്കുന്നത് ഇൻ്റർനെറ്റിൽ കൂടെ ആണോ എന്നൊക്കെയുള്ളത് നമ്മൾ പരിശോധിക്കണം. പ്രത്യേകിച്ചും ഇപ്പം പലപ്പോഴും നമ്മൾ കാണുന്നത് കുട്ടികൾക്കിപ്പോൾ ഇന്നത്തെ കൗമാരപ്രായക്കാരായ കുട്ടികൾ ഒരുപാട് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അവർ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 10 വർഷം മുമ്പാണെങ്കിൽ അവർക്കത് പുറത്ത് പറയാനുള്ളൊരു മനസ്സിനകത്ത് വെച്ച് എങ്ങനെയെങ്കിലും പുറത്ത് പറയണമെന്നുള്ളൊരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെയുള്ള ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ കുറച്ചുകൂടെ ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറുകയും എല്ലാവരും തിരക്കുള്ള സമയമൊക്കെ ആയിട്ട് മാറിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള പറഞ്ഞാൽ തീരാവുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ കുട്ടികൾ വേറെ ആരോടെങ്കിലും ഷെയർ ചെയ്യുന്ന രീതി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അമിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം മറ്റാരെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, വീട്ടുകാരിൽ നിന്ന് മാനസികമായിട്ട് അകലുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം. ഒരു കുഴപ്പമില്ല, കാണിക്കുന്നതുകൊണ്ട് നല്ല മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആരെങ്കിലും കാണിക്കുക, കൗൺസിലിംഗ് ചെയ്യുക, അതല്ലെങ്കിൽ അപ്പോൾ എന്തായാലും കാണിക്കുക. ശരി, താങ്ക് യു ഷാഹിന. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികൾ, അപ്പം ഇങ്ങനെ അമിത വികൃതിയുള്ള കുട്ടികളെ നമുക്ക് എളുപ്പം അവരെ ഒന്ന് സൈലൻ്റ് ആക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ വരുമ്പം സാധാരണ കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ അത് അവർ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബോറടിക്കും. പക്ഷേ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്കത് എന്തെങ്കിലുമൊക്കെ കളിക്കുകയും അവർക്കെല്ലാം തൊടുകയും അവർക്കത് കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ പിന്നെ അതൊരു അഡിക്ഷനായിട്ടുള്ള രീതിയിലും മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു കാരണവശാലും പ്രത്യേകിച്ചും ഈ വികൃതിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവർക്ക് ഇങ്ങനെ ഫോൺ കൊടുക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പം ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്ക് അറ്റൻഷൻ കുറവായിരിക്കും. അപ്പം അറ്റൻഷൻ കൂട്ടുന്ന ഗെയിംസൊക്കെ നമുക്ക് നെറ്റ് നോക്കിയാൽ കിട്ടും. ഇപ്പോൾ ആൻഡ്രോയിഡിലൊക്കെ ഒരുപാട് അറ്റൻഷൻ കൂട്ടുന്ന ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കുന്ന ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പാരൻസിന് എന്തെങ്കിലും അങ്ങനെയുള്ള കുട്ടികൾ കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കളികൾ കുട്ടികളെ നമുക്ക് വേണമെങ്കിൽ അവരുടെ അറ്റൻഷൻ ഒന്ന് കൂട്ടുന്ന രീതിയിലുള്ള കളികൾ കളിപ്പിക്കാം. അതുപോലെ ഈ പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂജൻ പാരൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ജോലി തിരക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊരു ബാധ്യത ഞാൻ ഉദ്ദേശിച്ചത് അവർ ഇടയിൽ വരുമ്പോൾ ആ ജോലി തീരാതിരിക്കുകയോ അങ്ങനെ ചെയ്യുമ്പോൾ അവരെ അങ്ങ് നമ്മൾ ഇന്റർനെറ്റിന് മുന്നിൽ ഗെയിം ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ടി വി വല്ല കാർട്ടൂൺ ചാനൽ. അപ്പോൾ അതുകൊണ്ട് പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഇതിനെതിരെ പാരൻസിനോട് എന്താണ് നമുക്ക് പറയാം? അപ്പം നമ്മൾ എപ്പോഴും എത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ കുറച്ച് ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പം ശരിക്കും ഈ ക്വാണ്ടിറ്റിയിലല്ല കാര്യം. നമ്മൾ ഓഫീസിൽ നിന്ന് വന്നു, നമ്മളൊരു സോഫയിൽ ഇരുന്നു, നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണ്, കുട്ടികളോട് ഇരിക്കുകയാണ്, അതിൽ കാര്യമില്ല. എത്ര സമയം ഇരിക്കുന്നു എന്നുള്ളതിലല്ല, അതിലുള്ള ആ സമയത്തിൽ എത്ര നമ്മൾ ക്വാളിറ്റി ടൈം ഉണ്ടെന്നുള്ളതാണ് കാര്യം. അതെ, നമ്മൾ അതായത് കുട്ടികളിൽ ശരിക്കും എല്ലാ പ്രായത്തിലുള്ള കുട്ടികളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ശ്രദ്ധയാണ്, അറ്റൻഷനാണ് കുട്ടികളെ ഒരു കുറച്ച് പാരൻസുമായിട്ട് അടുപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം നമ്മൾ കുട്ടികളോട് അവരുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ എൻകറേജ് ചെയ്യണം. ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇന്ന് ടീച്ചർ എന്ത് പറഞ്ഞു, ഇന്ന് എന്ത് ക്ലാസ് പഠിച്ചു. അപ്പോൾ അവരുടെ മനസ്സിനകത്തുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ പാരൻസ് സമയമെടുത്ത് കുട്ടികളുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം മറ്റ് സ്ഥലങ്ങളിലോട്ട് കുട്ടികളെ ശ്രദ്ധിക്കാൻ കുറഞ്ഞു. പാരൻസ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു രീതിയിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ. അതെ, കൗൺസിലിംഗ് ഇൻ ദ സെൻസ് കുട്ടികളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദി പാരൻസ് ഉണ്ടാക്കി കൊടുക്കണം. എന്തായാലും സർ, നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, അശ്വിനിയാണ്. എവിടുന്ന് വിളിക്കുന്നു? ട്രിവാൻഡ്രത്ത് നിന്ന്. എന്താണ് ഡോക്ടറോട് ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാനുള്ളത്? ഹസ്ബൻഡിന് ഭയങ്കരമായിട്ട് ഇന്റർനെറ്റിൽ ഉപയോഗമാണ്. ജോലി കഴിഞ്ഞ് വരുന്നത് 11 മണിക്കൊക്കെ ആയിരിക്കും. എന്നാലും കുഞ്ഞ് അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും കുഞ്ഞിനെ വിളിച്ചോണ്ട് പോകുന്നൊക്കെയാണ് പറയണം.
ഇപ്പൊ നെറ്റ് ചാർജ് ചെയ്താലും 12 മണിക്ക് നെറ്റ് തീരുമെന്നും പറഞ്ഞ് 12 മണി വരെ ഇരുന്ന് നെറ്റ് ഉപയോഗിക്കാറുണ്ട്. എന്നിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. അപ്പം ബാക്കി കാര്യങ്ങൾ ഇപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ സമയമില്ല, വർക്കാണെന്നാണ് പറയാറ്. എന്ന് വെച്ചാൽ ഇപ്പം മറ്റ് വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുക, കുട്ടികളുടെ പഠിത്തം, ഇതെല്ലാം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ടോ? എല്ലാ കാര്യം ഇങ്ങോട്ടും പറയാറുണ്ട്, അങ്ങോട്ടും പറയാറുണ്ട്. പക്ഷേ ഈ നെറ്റിന്റെ ഉപയോഗം തുടങ്ങി കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ പറഞ്ഞതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ദിവസവും അദ്ദേഹം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നെറ്റ് നോക്കുന്നു എന്നുള്ള കവിഞ്ഞ് അങ്ങനെ നോക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പം നിങ്ങളുടെ ദാമ്പത്യ ജീവിതമായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ലൈഫായാലും അല്ലെങ്കിൽ ഫാമിലി ലൈഫ്, സോഷ്യൽ ലൈഫ്, ഇതിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് ഇപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം ലോഗിൻ ചെയ്ത് നെറ്റ് കയറി നോക്കുന്നു, ഫേസ്ബുക്ക് ചെക്ക് ചെയ്യുന്നു, പക്ഷേ പിന്നീട് മറ്റു കാര്യങ്ങൾ നല്ലപോലെ ചെയ്യുന്നുണ്ട്, വീട്ടിലത്തെ കാര്യം നോക്കുന്നുണ്ട്, നിങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട്, കുട്ടികളുടെ കാര്യം നോക്കുന്നുണ്ട്, ഓഫീസിൽ അദ്ദേഹത്തിനെ പറ്റി കംപ്ലയിൻ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഇത് വീട്ടിലിപ്പോ ലീവ് എടുത്തിരുന്നു കഴിഞ്ഞാലും ഫോണിലാണ്, അതായത് കുഞ്ഞാലത്തെ പോലുള്ള ദേഷ്യവും. അല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അതായത് പറയാം, കുട്ടികളോട് ദേഷ്യം തോന്നുക, കുഞ്ഞിനേക്കാളും കൂടുതൽ പ്രാധാന്യം നമ്മൾ ഇൻ്റർനെറ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെക്കാളും കൂടുതൽ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് തോന്നുന്നു, അങ്ങനെ സംശയം വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിന് വിദഗ്ധമായിട്ടുള്ള ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുകയോ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കോളർ പറഞ്ഞതുപോലെ തന്നെ സാർ, നമ്മുടെ ഒരുവിധം വീട്ടിലുള്ള ആൾക്കാർ, മുതിർന്ന ആൾക്കാരാണെങ്കിലും ചെറിയ ആൾക്കാരാണെങ്കിലും രാത്രി ഒരുപാട് സമയം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് മാനസിക പ്രശ്നങ്ങൾ കൂടാതെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഉറക്കം ഒഴിച്ചിരുന്ന് ഇങ്ങനെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്? അത് ശരിക്കും രണ്ടും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് ഇപ്പോൾ നമ്മൾ TV രാത്രി അല്ലെങ്കിൽ ഒരു LCD മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് നേരം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സോർട്ട് ഓഫ് വിഷ്വൽ സ്റ്റിമുലേഷനാണ്, ഒരു സൈക്കോ വിഷ്വൽ സ്റ്റിമുലേഷനാണ്. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ TV കാണുമ്പോൾ നാച്ചുറലി നമ്മുടെ ബ്രെയിൻ കൂടുതൽ രാത്രി കാലങ്ങളിൽ ആക്ടിവേറ്റഡ് ആവും. അപ്പം ഉറക്കം എന്തായാലും കുറയും. അപ്പോൾ അത് വീണ്ടും അദ്ദേഹം കൂടുതൽ നേരം ഇൻ്റർനെറ്റിൻ്റെ ഫ്രണ്ടിലിരിക്കും. അപ്പം ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്, ഒരു രാത്രി ഉറങ്ങുന്നൊരു പാറ്റേൺ ഉണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും നമ്മളത് ഡിസ്ട്രപ്റ്റ് ചെയ്യാതെ നോക്കുക. രാത്രി അമിതമായിട്ട് നെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറക്കത്തിനെ അത് ബാധിക്കും. അപ്പോൾ പലപ്പോഴും ആൾക്കാരെ ഉറക്കമില്ലാതെ ചികിത്സയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കത്തിന് വേണ്ടി എന്തെങ്കിലും മരുന്നുകളും കൂടെ കഴിക്കേണ്ടി വരും. പക്ഷേ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു റിലാക്സേഷൻ ആവും. ഓക്കെ സാർ, നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം, മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ശ്രീജ, ഞാൻ ഹൈദരാബാദിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ, എന്താണ് ചോദ്യം? നമസ്കാരം. എന്റെ മോൻ 14 വയസ്സുണ്ട്. ശരി. അവൻ വളരെ ചെറുപ്പം തൊട്ടേ വളരെ വികൃതിയാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു സമയവും അടങ്ങിയിരിക്കില്ല. എപ്പോഴും എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ദോഷം ചെയ്യുന്ന രീതിയിൽ ഒരുപാട് എന്താ പറയുന്നത്, അതായത് വേറൊരു വീട്ടിൽ കൊണ്ടാക്കിയാൽ അവര് പിന്നെ വരാൻ പറയാം, കംപ്ലൈന്റ്. അതെ, അങ്ങനെയൊക്കെ എല്ലാം ഒരുപാട്. അപ്പൊ ഞാനങ്ങനെ നേരത്തെ 2 വർഷം മുന്നേ ഇവിടെ ഡോക്ടറെ കാണിച്ചപ്പോ അങ്ങനെ കുറച്ച് എന്താ പറയുന്നത് മരുന്നുകൾ കൗൺസിലിങ്ങിന് അയച്ചു. അതിനുശേഷം പിന്നെ എനിക്ക് അതിനൊന്നും ഒന്നും ആയില്ല. ഞാൻ നാട്ടിൽ വന്നു, കരുനാഗപ്പള്ളിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഡോക്ടർ കിരൺ ഡോക്ടറെ. അപ്പൊ ഡോക്ടർ അറ്റൻഡ്രോൾ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റിന് എഴുതി തന്നു. 10 മില്ലിഗ്രാമാണോ 18 മില്ലിഗ്രാമാണോ? 18 മില്ലിഗ്രാം. ശരി. അതിനുശേഷം ഡോക്ടറുടെ ഒരു ഫ്രണ്ട് ഇവിടെ ശരത് കുമാർ റെഡ്ഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്, നേരത്തെ പോയ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ പോയി കാണാൻ പറഞ്ഞു. ശരി. ഞാൻ ഈ ടാബ്ലറ്റ് വാങ്ങിയില്ല. ഇവിടെ വന്ന് ഈ ഡോക്ടറെ കണ്ടപ്പോ ജോൺസൺ കമ്പനിയുടെ ജോൺസൺ കമ്പനിയുടെ ടാബ് TONEERATA എന്നാണ് തോന്നുന്നു, 18 മില്ലിഗ്രാമിന്റെ 30 ഡേയ്സിലേക്ക് എഴുതി തന്നു. നല്ല റേറ്റ് ആവും, അത് വിദേശ രാജ്യത്തുനിന്ന് വരുന്നതാണെന്ന് പറഞ്ഞു. ശരി. അപ്പൊ അത് ഞങ്ങൾക്ക് ഇതുവരെ ടെൻഷൻ കൊണ്ടിട്ട് കുഞ്ഞിന് വാങ്ങിച്ചൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പൊ 9th സ്കൂളിൽ നിന്ന് ഡെയിലി കംപ്ലൈന്റ് വരുന്നുണ്ട്.
അത് നോക്കൂ, അതായത് വളരെ പ്രധാനമായിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് മോന് ADHD അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം ഇപ്പം മിക്കവാറും അത് തന്നെ ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം അമിത വികൃതിയായിരിക്കും, അടങ്ങിയിരിക്കില്ല, ക്ലാസ്സിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ കംപ്ലൈൻറ്റ്, മറ്റുള്ളവരൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് പറയും. അപ്പം ഇങ്ങനെ ശ്രദ്ധയില്ല അതിന് അത് അതായത് ഇവർ ബുദ്ധിയുള്ള കുട്ടികളാണ്. പക്ഷേ ആ ബുദ്ധി മാത്രം പോരാ. നമുക്ക് ക്ലാസ്സിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചർ പറയുന്ന കാര്യം ശ്രദ്ധയോടുകൂടി കേട്ടാൽ മാത്രമേ അത് മനസ്സിനകത്ത് പതിയത്തുള്ളൂ. അപ്പം ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്ക് ഒരിക്കലും ശ്രദ്ധയുണ്ടാകത്തില്ല. അവർ ഇമ്പൾസീവ് ആയിരിക്കും, എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യും, ഒന്നും അതിൻ്റെ വരും വരായകൾ ആലോചിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചികിത്സ ചെയ്യണം. അതിൻ്റെ ഈ മരുന്ന് കറക്റ്റ് മെഡിസിനാണ്. അത് ഈ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. അതും നിങ്ങൾ അതിനെപ്പറ്റി ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു ഡോക്ടറെ കണ്ടിട്ട് അവൻ്റെ തൂക്കം, അവൻ്റെ ഒരു ഏകദേശം ഒരു തൂക്കമൊക്കെ അറിഞ്ഞിട്ടാണ് അദ്ദേഹം മരുന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ആ മരുന്ന് കൊടുത്താൽ മാത്രമേ നമ്മൾ ആ ചികിത്സ തേടിയതുകൊണ്ട് പറഞ്ഞു. പിന്നെ ഇത് വിദേശ രാജ്യത്തുനിന്ന് വരുന്നതാണ്, 3 മാസം ആയിട്ടേ ഉള്ളൂ. ഹലോ. അപ്പോൾ അത് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യം. ഒരു ഡോക്ടർ പറഞ്ഞത് അദ്ദേഹം ആ മരുന്നിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി അറിയോ? ഇത് ഈ മരുന്നിനെ പറ്റി ഇത് വളരെ നല്ലതാണോ? അതായത് ആ കുട്ടിയുടെ ആ ഒരു ലക്ഷണത്തിന് ഇപ്പം ഈ മരുന്നുകൾ പൊതുവേ ആ കുട്ടികളുടെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി കുറയ്ക്കും, അതേസമയം അറ്റൻഷൻ കൂട്ടുകയും ചെയ്യും. അപ്പം പഠിത്തത്തിന് നല്ല രീതിയിൽ അവനെ സഹായം ചെയ്യും. കാര്യം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പല അച്ഛനമ്മമാരും ഇതൊരു അമിത വികൃതിയാണ്, അല്ലെങ്കിൽ അവനൊരു സ്മാർട്ടാണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ആരെങ്കിലും മരുന്ന് കൊടുക്കാനൊക്കെ ഭയന്ന് അവർ മരുന്ന് കൊടുക്കാതിരിക്കുമ്പോൾ പിന്നീട് കുറേ കഴിഞ്ഞ് അവൻ്റെ സ്വഭാവം മാറുന്ന രീതിയിൽ എത്തിച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് വലിയ ചികിത്സയില്ല. ഇപ്പം ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇമ്പൾസീവ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ചേട്ടന്മാർ എന്തെങ്കിലും സിഗരറ്റ് വല്ലതും വലിക്കാൻ പറഞ്ഞാൽ സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ആലോചിച്ച് അവന് തീരുമാനം എടുക്കും. പക്ഷേ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ, അമിത വികൃതിയുള്ള കുട്ടികളൊക്കെ അതിന് അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആരെങ്കിലും എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുക, അത് ഉപയോഗിച്ച് നോക്കുക, ഒരു എക്സ്പ്ലോറിങ് ടെൻഡൻസി കൂടും. അപ്പം അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ലഹരി ഉപയോഗം അല്ലെങ്കിൽ മോശമായിട്ടുള്ള സ്വഭാവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ വളരെ പാടായിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ 14 വയസ്സേ ആയിട്ടുള്ളൂ, അവൻ്റെ സ്വഭാവ രൂപീകരണം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ അവന് വേണ്ട ചികിത്സ കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ സ്വഭാവം നല്ല രീതിയിലാകുമെന്ന് മാത്രമല്ല, അവൻ്റെ വിദ്യാഭ്യാസത്തിൽ നിലവാരവും കൂടും, അവന് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റും, നല്ല മാർക്കും പരീക്ഷയിൽ കിട്ടും. ഇല്ല, അതിന് സൈഡ് എഫക്റ്റ് ഇല്ല. അത് നിങ്ങൾ ഡോക്ടർ പറയുന്ന അളവിൽ അദ്ദേഹത്തിനെ സ്ഥിരമായിട്ട് കണ്ടുവേണം കൊടുക്കാൻ. അല്ലാതെ നമ്മൾ ഗുളിക വാങ്ങിച്ച് പിന്നെ വേറെ ഡോക്ടറിനെ പോയി കണ്ട് അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഏത് മരുന്ന് കഴിച്ചാലും ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം കഴിക്കുക, അദ്ദേഹം പറയുമ്പോഴൊക്കെ പോവുക, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിന് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രയൊന്നും സംസാരിച്ചാൽ മതിയാവില്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ മെഡിടോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ പേരൻസും നമ്മൾ ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാ പേരൻസും ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് ആദ്യം പേരൻസ് തന്നെ ശ്രദ്ധിക്കുക. എന്തായാലും ഇന്നത്തെ മെഡിടോക്കിൻ്റെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. അടുത്ത മെഡിടോക്കിൽ മറ്റൊരു പുതിയ അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.